പൊന്നാഞ്ചേരി അംസിയും ബോംബെ അംസിയും കൂടിയിട്ടില്ല ടൂറ് ഇത് ആദ്യമായിട്ടാ. ഇത് നമ്മളിന്ന് പൊളിക്കും. ഫ്രണ്ട്സിന് ഞാനിക്കോട്ടോ. അങ്ങനെയാണെങ്കിലേ ഒരംസേ ടൂറ് പോളൂ. എല്ലാം പണ്ട് ഞാൻ ബോംബെക്ക് ട്രെയിനിന് പോകുമ്പോഴേ മുന്നത്തെ സീറ്റ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് ട്രെയിനത്തെ ഡ്രൈവറാണ് വലിച്ചിട്ടേ അംസയാണ് അന്ന് തീവണ്ടി ഓട്ടിയത്. അന്ന് മുതലേ അംസ ഫ്രണ്ട് സീറ്റ് ലവറാണ്. പിന്നെ ഞങ്ങളെ ഗോവ. പിന്നെ രണ്ടംശാലും വല്ലാതെ വർത്താനം പറയാതെ ടൂറിന്റെ പൈസ തന്നാലും ഞങ്ങൾ രണ്ടാൾ വയ്ക്കണം. സാധാരണ ടൂർ പോകുമ്പോ ഗുണ്ടളക്കുന്ന പൈസ വാങ്ങലില്ല. പക്ഷെ ഈ ടൂറിന് നിങ്ങൾ പൈസ തരണം. പൈസ തരണ ചങ്ങായി. ആ സുഗുണനാ വരുന്നു. ഓനടുത്ത് പൈസ ഇട്ടിക്കണോ? കണ്ടട അംശാളെ ഓൻ എത്ര കുടിച്ചാലും ടൂറിനുള്ള പൈസ ഒപ്പിച്ചു. സുണകർ റെഡി. എത്ര മണിക്ക് ആ ഗോവയും പോയി. ആഹാ ഇവളോ സീക്രം ഗോവ വന്നാച്ചാ. ഇതെന്നെ ബീച്ച്. ബീച്ചിൽ വന്നിട്ടില്ല. ജനുവരി 1 വൈകുന്നേരത്തെ പോണേ. ഈ ചിലക്കത്തെ പൈസ എടുത്താ ചളക്ക് എന്താ എന്നോട് 350 രൂപ. അപ്പൊ ചില ഗോവയ്ക്കില്ല 5000 ഉണ്ട് പറഞ്ഞത്. ബാക്കി കാശൊക്കെ ബ്രാൻഡഡ് ക്വാർട്ടർ വാങ്ങി അടിച്ചു. ജനുവരി 1 നമുക്ക് പറ്റൂല എന്നുള്ളത് പറഞ്ഞാ. ജനുവരി 1 ഞങ്ങൾക്ക് പറ്റൂല. അത് എന്ത് വർത്താനങ്ങൾ പറഞ്ഞത്? നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ ടൂർ ഫിക്സ് ആക്കിയത് നമ്മള്. പോകാൻ പറ്റൂല പറഞ്ഞാ പറ്റൂല. എണ്ണ പറ്റില്ല 350 രൂപ പൈസ പറയാ കൊടുത്തില്ല. ഞാൻ കേക്കൂരാച്ചാരി. പറഞ്ഞാ കേക്കൂരാച്ചാരി. എന്താ പ്രാന്തോ? എന്താണ് 1 പരിപാടി? അപ്പൊ നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ലേ? ജനുവരി 1 വൈകുന്നേരം 5 മണി മുതൽ കട അടക്കുന്നവരെ പാതിര ഓഫർ അടക്കല്ലേ എല്ലാ ജാം ജൂമിലും. എന്നിട്ട് അന്ന് ടൂർ പോലത്തിന്റെ ഒരൊറ്റ രാത്രിക്കത്തെ ഓഫറാണത്. അന്ന് ഞങ്ങൾ 2 അംസാക്കും ജാം ജൂമില് ബോഡി ഗാർഡായിട്ട് നിൽക്കാൻ പോകണ്ടേ. ജനങ്ങളെ തിരക്ക് നിയന്ത്രിച്ചാൽ മാറിക്കവിടുന്നു. അല്ല സുഗുണൻ എന്താട്ടെ ഓനാ ചേറ്റ് പൂത്തിക്കണു. ഓക്കെ ഇക്കാർക്കുമ്പോ നീച്ചോയിക്കോളൂ. അപ്പൊ 1 രാത്രി എല്ലാരും ജാം ജുമിക്കാട് പോവാ. അപ്പൊ 2 ടൂർ ഫിക്സ്. ആ വല്ലാത്ത കഥ. ബോംബെയിൽ ചേരിയിൽ വരെ അങ്ങനെ ചേറില്ല കേട്ടോ. നാളെ ജംസേ ഞാൻ പോയി കുളിച്ചാ. ചങ്കളെ ഒരൊറ്റ രാത്രിക്കത്തെ സെയില്, അതും ജനുവരി 1 വൈകുന്നേരം 5 മണി മുതൽ കട അടക്കുന്നത് വരെ ജാം ജൂമിന്റെ പാതിര ഓഫർ സെയിൽ. കുന്നുമ്മല്, കിഴക്കേതല, പെരിന്തൽമണ്ണ, മേലാറ്റൂര്, നിലമ്പൂര്, കൽപ്പറ്റ, കോഴിക്കോട് അങ്ങനെ ജാം ജൂമിന്റെ എല്ലാ ഷോറൂമിലും ഈ ഓഫർ ഉണ്ട് കേട്ടോ. അപ്പൊ അന്നത്തെ ഇരുട്ടിനെ നിങ്ങൾ പേടിച്ചേണ്ട ആവശ്യമില്ല. അടിച്ചു കയറിക്കോളി ജാം ജൂമുക്ക്.